ചമ്പ ഡാർലിംഗ്, ചമ്പ ഡാർലിംഗ്, ചമ്പ ഡാർലിംഗ്, ഒന്ന് ചായ എടുത്തിട്ട് വന്നേ. ഇന്നാ ഇതിപ്പോ 5ാമത്തെ ചായ. തന്നത് 2 എന്നിട്ട് 5 പറയുന്നു. ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് വല്ല ഗവൺമെന്റ് ജോലി ആയിരിക്കുമെന്നാ. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് പൊയ്ക്കോളൂല്ലോ. ഈ വീട്ടിലെ റാണി ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴറിയുന്നേ ഇവിടത്തെ വേലക്കാരിയാണെന്ന്. ചമ്പ, എന്റെ ചമ്പ, എന്താ പറ. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വെറുതെ നുണ പറയല്ലേ. സത്യമായിട്ടും. എന്നാലേ 5 സാരിയും ഒരു സ്വർണ്ണ നെക്ലസും വാങ്ങിത്തരൂ. അത്രയല്ലേ ഉള്ളു കാര്യം. അടുത്ത മാസം ശമ്പളം കിട്ടും. മൊത്തം 5 സാരിയും പിന്നെ ഒരു സ്വർണ്ണ നെക്ലേസും വാങ്ങിത്തരാം കേട്ടോ. സത്യമായിട്ടും? സത്യം. അല്ല ചോട്ടു, നീയാണോ? വാ, അകത്തേക്ക് വാ, കേറി വാ. നമസ്കാരം ചേച്ചി. നമസ്കാരം ചോട്ടു. ചേട്ടാ നമസ്കാരം. ഓ നമസ്കാരം നമസ്കാരം. എന്താടാ കാര്യം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അല്ല, ഞാന് വീടിന്റെ വാടക മേടിക്കൊണ്ട് വന്നാ. ഇതെന്ത് സ്വഭാവമാടാ നിന്റെ? നിനക്ക് തോന്നുമ്പോഴേക്ക് നിനക്ക് വാടക കിട്ടണം അല്ലേ? വാടക മേടിക്കാൻ വരണ്ടേ? പിന്നെ ഇപ്പൊ തന്നെ 3 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. അത് വാങ്ങാനല്ലേ ഞാൻ വരുന്നേ. അതങ്ങ് കൊടുത്തേക്കുന്നേ. എടി, കാശ് എവിടെയാടി ഉള്ളത്? അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ, കൊടുക്കാം. ദേ നോക്ക്. അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ നുണ പറയുന്നേ ചേട്ടാ? നീ എന്തായി പറഞ്ഞു വരുന്നേ? ചേച്ചി ഇവിടെ വന്ന് ഇരിക്കുന്നേ. അല്ല ചേട്ടാ, എന്തിനാ അങ്ങനെ നുണ പറയുന്നേ? ചേട്ടനിൽ നിറയെ പൈസ ഉണ്ടല്ലോ, എനിക്കറിയാം. നീ എന്താടാ ഈ പറഞ്ഞു വരുന്നേ? ചേച്ചി ഒരു കാര്യം അറിയോ? നേരത്തെ ചേട്ടനില്ലേ ഒരു സ്ഥലത്തൂടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു, അതും ഒരു പെണ്ണിന്റെ കൂടെ. അത് മാത്രമല്ല, ഈ ചേട്ടൻ ആ പെണ്ണിന് സ്വർണം കൊണ്ട് നെക്ലേസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ നാക്ക് പറഞ്ഞു പോടാ. നീ ഇങ്ങനൊന്നും പറയല്ലേ. എടി ചെമ്പ, കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇവന് 3 മാസം വാടക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവൻ കള്ളം പറയാ. കള്ളം പറയുന്ന ചോട്ടുമല്ല, നിങ്ങളാണ്. പെണ്ണുങ്ങളെ കൂടെ കറങ്ങി നടക്കുന്നു, സ്വർണ്ണ നെക്ലസ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നല്ലേ. ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പൈസ ഇല്ല. എടി, ഒരു പെണ്ണുമില്ല, ഒരു നെക്ലേസും ഇല്ല. നിനക്ക് നാണമില്ലടാ. ഇനി എന്തിനാടാ ഇവിടെ ഇരിക്കുന്നേ? എന്നിട്ട് വീട്ടിൽ പോവാൻ നോക്കടാ. ഞാൻ പോയിക്കോളാം ചേട്ടാ. ആരാ പെണ്ണ്? എടി, ഒരു പെണ്ണും ഇല്ല. നുണ പറയരുത്. ആദ്യം നീ ഒന്ന് മെല്ലെ സംസാരിക്കേ. നീ ഇങ്ങനെ നിലവിളിക്കുമ്പോ എന്റെ കാത് പൊട്ടിപ്പോകുന്നു. ഓ, അങ്ങനെയാണല്ലേ. എന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടായല്ലേ? ചേച്ചി ചേച്ചി ചേച്ചി, ഈ തക്കാളി ഇല്ലേ, തക്കാളി. തക്കാളിയുമില്ല, ഒരു പുല്ലുമില്ല. നീ ആദ്യം ഇവിടെ നിന്ന് പുറത്തു കൂടാ. ഭക്ഷണം ഉണ്ടാക്കുന്ന നിങ്ങളോ അതോ ഞാനോ? എന്റെ അമ്മേ, നീ തന്നെയാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ തക്കാളി ഇല്ലെന്ന് ഇവനോട് പറഞ്ഞേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ വീട്ടില് ദേ ഇവൻ നിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തോണ്ടാ. എപ്പോ അവന് തോന്നുന്നോ അപ്പോഴൊക്കെ അവൻ കേറി വന്നോളൂ, ഒരു നാണവും ഇല്ലാതെ. ഇങ്ങോട്ട് നോക്കിയേട്ടാ, ചേട്ടന്റെ സംസാരം തീരെ ശരിയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഈ വീടില്ലേ അത് എന്റെ. എനിക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ ഞാനിവിടെ വരും. നിങ്ങക്ക് മനസ്സിലായോ? വീട് നിങ്ങൾ തന്നെയാ, പക്ഷെ ഇപ്പോ ഈ വീടിന്റെ വാടക കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളല്ലേ. എപ്പോ തന്നെന്നാ പറയുന്നേ? 3 മാസം വാടക കൊടുത്താ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. ആ ശരി, ദേ ഇപ്പൊ തന്നെ ഞാൻ തന്നേക്കാം. ദേ നോക്കിക്കോ, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നീ ഇപ്പൊ പോയേ, പോ ഇറങ്ങിപ്പോടാ. ശരി, ഞാനിപ്പോ പോവാ. അതെ ചേച്ചി, ചേട്ടനെ വെറുതെ വിടണ്ട കേട്ടോ. സ്വർണത്തിന് നെക്ലസ് കൊടുത്തിരിക്കുന്ന എങ്ങനെ? പാവി, ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്കടാ. ആ ശരി ശരി, ഞാൻ പോട്ടെ ചേച്ചി. ആ ശരി. ചെമ്പ, എന്റെ പുന്നാര ചെമ്പ. എന്നെ തൊടരുത്. അവിടെ ഇരുന്ന് സംസാരിച്ചാ മതി. എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇപ്പൊ പൈസ നിങ്ങക്ക് എവിടെ നിന്ന് വന്നു? നിക്കടി. നീ എന്താടി പറഞ്ഞത്? എനിക്ക് കാശില്ലെന്നോ? എനിക്ക് കാശ് ഉണ്ടടി, ഇപ്പൊ എന്റെ കയ്യിലുണ്ടടി. പക്ഷെ നിനക്ക് മാത്രം തരില്ല. പോ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോ. ചേച്ചി, ഞാൻ പഞ്ചസാര മേടിക്കാൻ വന്നതാ.
ഹലോ കൂട്ടുകാരെ, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, നല്ല നല്ല കമന്റ്സ് ഇടുക. മാത്രമല്ല കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.